നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ ഐഡിയാസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരിക, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നിങ്ങളിലേക്ക് എത്തിക്കുക, ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ അറിയിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ റഷ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നി. അതായത് ഇതിന് പിന്നിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ചാനൽ തുടങ്ങിയ സമയം വെച്ച് എത്ര വീഡിയോസ് ആയി, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തു, എത്രത്തോളം നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്, എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, എത്ര കമന്റ് വരുന്നുണ്ട്, അങ്ങനെ ഭയങ്കര ടെക്നിക്കലായിട്ട് ഈ ചാനലിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ തോന്നി. പക്ഷെ അതായിരുന്നില്ല എൻ്റെ ഒരു ഉദ്ദേശം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന പോലെ പതുക്കെ സ്റ്റഡി ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഒഴുക്കിൽ അങ്ങനെ പോവുക. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങളും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കുന്നവരാണെങ്കിൽ ഇനി ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കുറച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്നതൊക്കെ കേട്ട് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൽ ചെറിയ ചെറിയ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുക. ഇതൊക്കെയാണല്ലോ ലൈഫിന്റെ ആ ഒരു രസം, അല്ലേ? അപ്പോൾ ഇത് ബാക്കി വന്ന ക്ലേ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ചെറിയ 2 പെൻഡൻസ് ആണ്. വലിയ എന്താ പറയാ റെഫറൻസും കാര്യങ്ങളൊന്നും എടുത്തിട്ട് ചെയ്തതല്ല, പെട്ടെന്ന് മനസ്സിൽ തോന്നിയതുപോലെ ചെയ്തതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ.